ഹലോ, വെൽക്കം ടു സ്പൈസ്ജെനിക്സ്. ഇന്ന് നമുക്ക് ഒരു നാടൻ വിഭവമായ ചേനത്തണ്ടും ചെറുപയറും തോരൻ വെച്ചാലോ. നല്ല ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമാണ് കേട്ടോ ഈ തോരൻ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഇത്രയും വലിപ്പമുള്ള ഒരു ചേനയുടെ തണ്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ ഇലയെല്ലാം നമുക്ക് കട്ട് ചെയ്ത് കളയാം. അതിനുശേഷം വലിയ നീളമുള്ള തണ്ടല്ലേ, അത് നമുക്കൊരു 3 അല്ലെങ്കിൽ 4 പീസാക്കിയിട്ട് കട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഒരു 3 പീസായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഇത് കട്ട് ചെയ്തിട്ട് ഇത് നന്നായിട്ട് കഴുകിയെടുക്കണം. കാരണം നമ്മൾ പുറത്തൊക്കെ നിൽക്കുന്നതുകൊണ്ട് ഇതിനകത്ത് മണ്ണും പൊടിയൊക്കെ കാണും. അപ്പോൾ അതൊക്കെ പോകാനായിട്ട് നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകി എടുക്കണം. കഴുകിയതിന് ശേഷം നമുക്ക് ഇതിൻ്റെ പുറത്തുള്ള ആ പച്ച കളറിലുള്ള തൊലി ചെത്തിയെടുക്കണം. നല്ല ഈസി ആയിട്ട് നമുക്കിത് ചെത്തിയെടുക്കാൻ പറ്റും കേട്ടോ. മുകളിലൊന്ന് കട്ട് ചെയ്തിട്ട് താഴോട്ട് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിഞ്ഞ് എടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള ഈ വെള്ള പോർഷൻ മാത്രം മതി കേട്ടോ നമുക്ക് തോരൻ വയ്ക്കാനായിട്ട്. അതുകൊണ്ട് നമുക്ക് പുറത്തുള്ള ആ ഗ്രീൻ പോർഷൻ എല്ലാം നമുക്ക് കട്ട് ചെയ്ത് കളയാം. അങ്ങനെ ഞാനിവിടെ ഈ 3 പീസിൻ്റെയും തൊലിയെല്ലാം ചെത്തി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അരിഞ്ഞെടുക്കണം. ഇത് അരിഞ്ഞെടുക്കാനായിട്ട് നമുക്ക് ഓരോ പീസും എടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഇതേപോലെ കത്തി വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് കൊത്തി കൊടുക്കണം. കുറേ പ്രാവശ്യം ഇങ്ങനെ കൊത്തി കൊടുത്തിട്ട്, അതായത് നമുക്ക് വളരെ ചെറിയ പീസായിട്ട് ഇത് അരിഞ്ഞെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത്. കത്തി വെച്ചിട്ട് മുകളിൽ കുറച്ചൊന്ന് ഇങ്ങനെ കൊത്തി കൊടുത്തിട്ട് അരിഞ്ഞെടുത്താലും മതി. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ട് വേണമെങ്കിലും അരിഞ്ഞെടുക്കാം കേട്ടോ. എനിക്കിപ്പോൾ കൈ വെച്ച് അരിയുന്നതാണ് കുറച്ചുകൂടെ ഈസി ആയിട്ടുള്ള തോന്നുന്നത്. അതുകൊണ്ടാണ് ഞാൻ കൈവച്ച് അരിയുന്നത്. നമുക്ക് ഈ 3 പീസും ഇതേപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഈ പാത്രം നിറയെ കാണും, കണ്ടില്ലേ? ഇത്രയും നിറയെ ഉണ്ട്. പക്ഷേ നമ്മൾ ഉപ്പൊക്കെ ചേർത്ത് പിഴിഞ്ഞെടുക്കുമ്പോൾ വളരെ കുറച്ചേ കാണുള്ളൂ. നമുക്ക് ഇതിലേക്ക് ഒരു 1 തൊട്ട് 1.5 ടീസ്പൂൺ വരെ ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർത്തിട്ട് നമുക്ക് കൈ വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് വെക്കണം. ഇതിനകത്തുള്ള വെള്ളം എല്ലാം ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർത്ത് വെക്കുന്നത്. ഇത് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊരു 10 മിനിറ്റ് ഇതൊന്ന് അടച്ചു വെക്കാം. അപ്പോഴത്തേക്ക് ഇതിനകത്തുള്ള വെള്ളം എല്ലാം ഇറങ്ങും കേട്ടോ. ഉപ്പ് ചേർത്ത് അടച്ചു വെച്ചിട്ട് ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതിൻ്റെ സൈഡിലെല്ലാം ഇപ്പം വെള്ളം ഇങ്ങനെ ഊർന്നു വരുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഇതിനകത്തുള്ള വെള്ളം നന്നായിട്ട് പിഴിഞ്ഞ് കളഞ്ഞിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത്രയും വെള്ളം നമുക്ക് തോരൻ വയ്ക്കാൻ ആവശ്യമില്ല കേട്ടോ. ചേനത്തണ്ടിനകത്ത് നിറയെ വെള്ളമാണുള്ളത്. അപ്പം ഈ വെള്ളം നമുക്ക് ഇത്രയും വേണ്ട. അതുകൊണ്ട് നമുക്ക് മാക്സിമം വെള്ളം പിഴിഞ്ഞ് കളഞ്ഞിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ അരിഞ്ഞു വെച്ചപ്പോൾ ആദ്യം ആ ഒരു പാത്രം നിറയെ ഉണ്ടായിരുന്നു. ഇപ്പം കണ്ടില്ലേ, ഉപ്പ് ചേർത്തിട്ട് പിഴിഞ്ഞപ്പോൾ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയേ ഉള്ളൂ. കണ്ടില്ലേ, അത്രയും വലിയൊരു ചേനത്തണ്ടിൽ നിന്ന് നമുക്ക് ഇത്രയും വെള്ളം കിട്ടിയിട്ടുണ്ട്. ഈ വെള്ളം നമുക്ക് ആവശ്യമില്ല, അത് നമുക്ക് കളയാം. ഇപ്പോൾ ഞാൻ ആ ഒരു പിഴിഞ്ഞു വെച്ചിരിക്കുന്ന ആ ഒരു ചേനത്തണ്ടിൻ്റെ അളവെന്ന് പറയുന്നത് 1.5 കപ്പാണ്. ആ ഒരു വലിയ തണ്ടിൽ നിന്ന് 1.5 കപ്പ് ചേനത്തണ്ടാണ് കിട്ടിയിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ചതച്ചിടാനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് 4-5 വെളുത്തുള്ളിയുടെ അല്ലി എടുക്കാം. അത് ഓപ്ഷണലാണ്. അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർക്ക് വെളുത്തുള്ളി ഒഴിവാക്കാം കേട്ടോ. പിന്നെ ഒരു 7-8 ചെറിയ ഉള്ളി പൊളിച്ചതും 4-5 പച്ചമുളക് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കാന്താരിമുളകാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ജീരകവും കുറച്ച് തേങ്ങ തിരുകിയത് ചേർത്ത് കൊടുക്കാം. തേങ്ങ തിരുകിയത് അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അതായത് 1 തൊട്ട് 2 കപ്പ് വരെ തേങ്ങ തിരുകിയത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1.25 കപ്പ് തേങ്ങ തിരുകിയതാണ് ചേർത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ഒട്ടും വെള്ളം ചേർക്കാതെ ഒന്ന് ചതച്ചെടുത്തിട്ട് വരാം. ഇതേപോലെ ജസ്റ്റ് ക്രഷ് ചെയ്യാവൂ, അരഞ്ഞു പോകരുത്, ഒന്ന് ചതച്ചെടുക്കാം. ഇനി തോരൻ റെഡിയാക്കാനായിട്ട് നമുക്കൊരു പാത്രം അടുപ്പിൽ വയ്ക്കാം. അടുപ്പിൽ വെച്ചിട്ട് ഇതിലേക്ക് കടുക് താളിക്കാം. അതിലേക്ക് കടുക് ഒന്ന് പൊട്ടുമ്പോൾ 1 ടീസ്പൂൺ ഉഴുന്നിട്ട് കൊടുക്കുക. ഉഴുന്നിൻ്റെ കളർ ചേഞ്ച് ആകുമ്പോൾ അതിലേക്ക് 3-4 ചെറിയ ഉള്ളി ചെറുതായിട്ട് കനം കുറച്ച് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. ചെറിയ ഉള്ളിയും കൂടി ഇട്ടിട്ട് അതിൻ്റെ ഒരു കളറൊന്ന് ചേഞ്ച് ആയി വരുമ്പോൾ 2-3 വറ്റൽമുളക് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. വറ്റൽമുളക് ഇട്ടിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. സാധാരണ നമ്മൾ തോരൻ ഉണ്ടാക്കിയിട്ട് ലാസ്റ്റിലാണ് മിക്കവാറും കടുക് താളിച്ചിടുന്നത്. പക്ഷേ ഞാനിത് ആദ്യമേ തന്നെ കടുക് താളിക്കുകയാണ്. അതിലേക്കാണ് ഞാൻ ഈ തോരൻ്റെ പീസെല്ലാം ഇടുന്നത്. അപ്പം നമ്മൾ കടുക് താളിച്ചിട്ട് അതിലേക്ക്
നേരത്തെ പിഴിഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്ന ചേനത്തണ്ട് ചേർത്ത് കൊടുക്കാം. ചേനത്തണ്ട് ചേർത്തിട്ട് ഒരു 1 മിനിറ്റ് ഈ എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ ചതച്ച് മാറ്റി വെച്ചിരിക്കുന്ന ആ തേങ്ങാക്കൂട്ടും ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടാണ് ഇത് പിഴിഞ്ഞ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ ഉപ്പ് ചേർക്കണ്ട, പിന്നെ ചെക്ക് ചെയ്തിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. ഇതെല്ലാം കൂടി നമ്മുടെ പാത്രത്തിൻ്റെ നടുവിലേക്കൊന്ന് കൂട്ടി വെച്ചിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് മീഡിയം ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം. ഇതായിപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ഈ ചേനത്തണ്ടൊക്കെ പകുതി വെന്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഒന്നൊന്ന് മിക്സ് ചെയ്തിട്ട് ഉപ്പ് ചെക്ക് ചെയ്യുക, വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 3/4 കപ്പ് വേവിച്ച ചെറുപയർ ചേർത്ത് കൊടുക്കാം. പ്രഷർ കുക്കറിൽ വെള്ളവും ഉപ്പും ചേർത്തിട്ട് കുക്ക് ചെയ്തതാണ്. ഓവർ കുക്ക് ചെയ്യരുത്, ജസ്റ്റ് വേവേ ചെയ്യാവൂ. ഇല്ലെങ്കിൽ ഈ ചെറുപയർ വെന്ത് പോയാൽ നമ്മുടെ തോരൻ കുഴഞ്ഞു പോകും. അതുകൊണ്ട് ജസ്റ്റ് വെന്ത ഉടനെ ചെറുപയർ ഊറ്റിയെടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇട്ടിട്ട് ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റും കൂടി ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. മൊത്തം ഒരു 10 മിനിറ്റാണ് നമുക്ക് ഈ തോരൻ റെഡിയാക്കാനായിട്ട് ആവശ്യമുള്ളത് കേട്ടോ. അപ്പം പയറും ചേർത്തിട്ട് ഒരു 5 മിനിറ്റും കൂടെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മുടെ തോരനും എല്ലാം നന്നായിട്ട് വെന്ത് നല്ല ഒരു മണം വരുന്നുണ്ട് കേട്ടോ. അപ്പം എല്ലാം കൂടി ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യുക. ഇതാ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ചേനത്തണ്ടും ചെറുപയറും തോരൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.